നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയ അലയൊലികൾ ചെറുതല്ല. ഏറ്റവും ഒടുവിലായി മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്ന തലത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. മുകേഷിനെതിരെ ഉയർന്ന ബലാത്സംഗ പീഡന പരാതിയും പിന്നാലെ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയതും ജാമ്യത്തിൽ വിട്ടതുമെല്ലാം നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ്. MLA സ്ഥാനത്ത് ഇനിയും മുകേഷ് തുടരാൻ അർഹനാണോ? അറസ്റ്റ് വരെ എത്തിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആ സ്ഥാനത്ത് ഇനിയും തുടരാനുള്ള യോഗ്യത മുകേഷിനുണ്ടോ? ഈ ഒരു ചോദ്യം ഇപ്പോൾ ശക്തമാവുകയാണ്. ഈ വിഷയത്തിൽ നമുക്കൊപ്പം സംസാരിക്കാൻ KM ഷാജഹാൻ സാർ ചേരുകയാണ്. സാർ, ബലാത്സംഗ പരാതി MLAക്കെതിരെ ഉയർന്നു. ആ ഒരു സമയത്തുണ്ടായ ആ ഒരു രാജിവെക്കുക എന്ന മുറവിളികളൊക്കെ ശക്തമായിരുന്നു. പക്ഷേ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇനിയും MLA സ്ഥാനത്ത് തുടരാൻ അർഹനാണോ മുകേഷ്? അല്ല, നമ്മൾ ഈ മുകേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വ്യക്തിയുടെ പൊതുവിലുള്ള സ്വഭാവം ആദ്യം ഒന്ന് വിശകലനം ചെയ്യുന്നത് നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് കേട്ടത് അയാളുടെ ആദ്യ ഭാര്യയായിട്ടുള്ള സരിത എന്ന് പറഞ്ഞൊരു നടി, ഒരു മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, തമിഴ് നടിയുമാണ്. അവർ വന്ന് അവരോടുള്ള പെരുമാറ്റം സംബന്ധിച്ച് അവർ പറയുന്നതാണ് നമ്മൾ ആദ്യം ഇയാളെ കുറിച്ചിട്ട് കേൾക്കുന്നത്. അപ്പം ആ ഒരു അവർ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടൊരു അഭിമുഖത്തിൽ എനിക്കൊന്ന് അവർ ഇപ്പോഴത്തെ മന്ത്രി വീണ ജോർജ് അവരുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ ഇൻ്റർവ്യൂവിൽ അവർ ഭാര്യ എന്നുള്ള നിലയിൽ എത്ര ഭീകരമായിട്ടാണ് അവരോട് പെരുമാറിയതെന്നും അവരേതൊക്കെ തരത്തിലാണ് അവരെ മർദ്ദിച്ചിട്ടുള്ളത് എന്നുമൊക്കെ അവർ വിശദമായി പറയുന്നത് നമ്മളവിടെ അന്ന് കേട്ടതാണ്. അതിനൊന്നും ഇയാളുടെ ഭാഗത്തു നിന്നൊരു മറുപടിയും ഉണ്ടായിട്ടില്ല. അതിനുശേഷമാണ് അയാൾ MLA ആവുന്നത്. 2 പ്രാവശ്യം അയാൾ കൊല്ലത്തുനിന്ന് CPMൻ്റെ MLA ആയിരുന്നു. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്തുനിന്ന് ലോക്സഭയിലെ CPMൻ്റെ സ്ഥാനാർത്ഥി പോലുമായിരുന്നു മുകേഷ്. അതിനുശേഷം അയാൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നിട്ടാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഇരകളായിട്ടുള്ള ഒരുപാട് വനിതകൾക്ക് വലിയ തോതിൽ ആത്മധൈര്യം കിട്ടുകയും അവരവരുടെ അവർക്കുണ്ടായിട്ടുള്ള പീഡനാനുഭവങ്ങൾ പൊതുരംഗത്ത് പറഞ്ഞുകൊണ്ട് അവർ പരസ്യമായി പുറത്തേക്ക് വരികയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് 2-3 വനിതകൾ ഈ മുകേഷിനെതിരായിട്ട് ബലാത്സംഗ പരാതികളുമായി രംഗത്ത് വന്നു. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അങ്ങനെ വന്നതിനെ തുടർന്ന് അയാൾക്കെതിരെ പോലീസ് ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുക്കുകയാണ്. സ്വാഭാവികമായും അയാൾക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തപ്പോൾ അയാൾ രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉയർന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞ ഒരു മുദ്രാവാക്യം ഉയർത്തി അധികാരത്തിൽ വന്ന ഒരു സർക്കാരാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ വലിയ തോതിൽ ഒരു രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തിയ ഒരു നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദൻ ഉയർത്തിയ ആ വിഷയങ്ങളുടെയും കൂടെ അടിസ്ഥാനത്തിലാണ് അന്ന് 2006 VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടുകയും വന്ന് VS മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും സ്ത്രീ പീഡനങ്ങൾക്കെതിരായി ശക്തമായ ക്യാമ്പയിൻ നടത്തിയ ഒരാൾ ഇടതുപക്ഷത്തിൻ്റെ CPMൻ്റെ നേതാവായി ഇരിക്കുന്ന ഒരു സാഹചര്യം. 2016 നമുക്കറിയാം, അന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ജിഷ വധക്കേസ് എന്ന് പറഞ്ഞിട്ടൊരു കേസുണ്ടായിരുന്നു. ഒരു പാവപ്പെട്ട പെങ്കൊച്ചിനെ വലിയ തോതിൽ ബലാത്സംഗം ചെയ്ത് കൊന്നൊരു കേസ്. അപ്പോൾ അതിനെ തുടർന്ന് 2006 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം സ്ത്രീ സുരക്ഷയായി. അതിനെ തുടർന്ന് അവർ കുറച്ചുകൂടെ അത് കർശനമാക്കിയിട്ട് വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇവർ അധികാരത്തിൽ. സ്വാഭാവികമായും വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സുരക്ഷ മുദ്രാവാക്യമാക്കി അധികാരത്തിൽ വന്ന ഒരു സർക്കാരിന് ഒരു ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളെ എങ്ങനെ അയാളെ MLA ആക്കി നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു ചോദ്യമാണ് പൊതുമണ്ഡലവും ഇടതുപക്ഷത്തിൻ്റെ അനുഭാവികളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഈ സർക്കാരിനോട് ചോദിച്ചു. മനസ്സിലായോ? നിയമപരമായിട്ടുള്ളതുണ്ട്, കാരണം ബലാത്സംഗമാണ് കേസ്. അതിനപ്പുറത്ത് ഒരു എത്തിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിനകത്ത്, ഒരു ധാർമ്മികമായിട്ടുള്ള. അതാണ് ഇടതുപക്ഷത്തിനോട് ചോദിച്ചു, ഇടതുപക്ഷ സർക്കാരിനോട് ചോദിച്ചു.
പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷം നമുക്കറിയാമല്ലോ, പഴയ ഇടതുപക്ഷമല്ല, വി എസ് അച്യുതാനന്ദൻ്റെ കാലത്തുണ്ടായിരുന്ന ഇടതുപക്ഷമൊന്നുമല്ല ഇപ്പോഴത്തെ, വളരെ ജീർണിച്ച ഒരു ഇടതുപക്ഷമാണ് എന്നുള്ളത്. സ്വാഭാവികമായും ആ ചോദ്യം ഈ പറഞ്ഞതുപോലെ ബധിരകർണങ്ങളിലാണ് പോയി പതിച്ചത്. എന്താ സർക്കാർ പറഞ്ഞത്, അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ആളുകൾ പറഞ്ഞത്? അവർ പറഞ്ഞു മുകേഷ് രാജിവെക്കേണ്ട ആവശ്യമില്ല. അതിനവർ പറഞ്ഞ പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണ്? UDFൻ്റെ MLA-മാർക്കെതിരെ ഇതുപോലെ ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി എന്ന് പറഞ്ഞ ആൾക്കാർ ശ്രീപീഡന ആരോപണം ഉണ്ടായി. അയാൾ ജയിലിൽ പോയില്ല, പക്ഷേ അയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടിയല്ലോ, അയാൾക്കെതിരെ ആരോപണം ഉണ്ടായി. M. വിൻസെൻ്റ് എന്ന് പറഞ്ഞ കോവളം MLA-ക്കെതിരെ ശ്രീപീഡന ആരോപണം ഉണ്ടാവുകയും 10-30 ദിവസം അയാൾ ജയിലിൽ കിടക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഇവർക്കൊക്കെ എതിരെ ശ്രീപീഡന ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിലും ഒരു MLA ശ്രീപീഡന ആരോപണം ഉണ്ടായി ജയിലിൽ കിടന്നിട്ടും അവരൊന്നും രാജിവെക്കാത്ത സാഹചര്യത്തിൽ പിന്നെ ഞങ്ങളെന്തിനാണ് രാജിവെക്കുന്നത് എന്ന് പറയുന്ന വളരെ ബാലിശമായ, ഒരു കാരണവശാലും ഇടതുപക്ഷം ഉയർത്താൻ പാടില്ലാത്ത ഏറ്റവും അധാർമികമായിട്ടുള്ള ഒരു നിലപാട് പറഞ്ഞുകൊണ്ടാണ് മുകേഷിനെ ഇവർ ന്യായീകരിച്ചത്. വേറൊരു നേതാവ് ഒരു കാര്യം കൂടി പറഞ്ഞു, അല്ലെങ്കിൽ വേറെ ചില നേതാക്കന്മാർ വേറെ കാര്യം കൂടി പറഞ്ഞു. എന്താണ്? ഇയാൾ MLA സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞാൽ അവിടെ തെരഞ്ഞെടുപ്പ് വരും. തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് വീണ്ടും ജയിക്കാനുള്ള സാധ്യത കുറവാണ്. മനസ്സിലായോ? അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഉന്നയിച്ചു. അപ്പോൾ നമുക്കറിയാം, അന്ന് ആ സമയത്ത് വലിയ തോതിലുള്ള വിമർശനം ഇയാൾ രാജിവെക്കാത്തതിനെതിരെ പൊതുമണ്ഡലത്തിൽ നിന്ന് ഉയർന്നു വരികയുണ്ടായി. ഇപ്പോൾ ഉദാഹരണത്തിന് CPIയുടെ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള ആനി രാജയെ പോലുള്ളവർ, CPMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരായിട്ടുള്ള വൃന്ദ കാരട്ട്, സുഭാഷിണി അലി, അവരെ പോലെയൊക്കെയുള്ള ഇടതുപക്ഷത്തിൻ്റെ അഖിലേന്ത്യാ തലത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള വനിതാ നേതാക്കന്മാർ ഇയാൾ രാജിവെക്കണം എന്നുള്ള അഭിപ്രായമായിട്ട് രംഗത്ത് വന്നിട്ട് പോലും സർക്കാർ അത് അംഗീകരിച്ചില്ല. മനസ്സിലായി? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ജീർണിച്ചൊരവസ്ഥയിലാണ് ഇടതുപക്ഷം നിൽക്കുന്നുള്ളത്. 2, രാജിവെച്ച് കഴിഞ്ഞാൽ അവിടെ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ജയിക്കില്ല എന്നുള്ളതുകൊണ്ടായിരുന്നു. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് മുകേഷിൻ്റെ കാര്യത്തിൽ? മുകേഷ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയുടെ മുന്നിൽ മുൻകൂർ ജാമ്യമായിട്ട് പോയി. ആ കോടതി മുൻകൂർ ജാമ്യം ഇയാൾക്ക് കൊടുത്തു. ആർക്ക്? മുകേഷിന് കൊടുത്തു. അപ്പോൾ മുകേഷ് കൊടുത്തപ്പോൾ സർക്കാരിന് വളരെ എളുപ്പമായി. കാരണം ഈ മുകേഷിന് മുൻകൂർ ജാമ്യം കിട്ടി, പിന്നെ എന്തിനാണ് മുകേഷിനെ രാജിവെക്കുന്നത് എന്നുള്ള നിലയിലേക്ക് അവർ മാറി. പക്ഷേ അതിനുശേഷം നമ്മൾ ആദ്യം കേട്ടു അതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കുമെന്ന് കേട്ടു. പക്ഷേ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തില്ല. പ്രോസിക്യൂഷൻ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു അഴകുഴമ്പൻ സമീപനം സ്വീകരിച്ചു കൊണ്ടിരുന്ന സമയത്താണ് പിണറായി വിജയൻ്റെ പോലീസ് തന്നെ മുകേഷിനെ വീണ്ടും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിക്കാൻ വേണ്ടി കോടതി പറഞ്ഞ വാദങ്ങൾ മുഴുവൻ സർക്കാർ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. മുകേഷിന് മുൻകൂർ ജാമ്യം കിട്ടാൻ വേണ്ടി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ആ കാര്യങ്ങൾ സർക്കാർ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ സർക്കാർ തന്നെ അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സർക്കാർ അയാളെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ മുന്നിൽ അയാൾ കുറ്റക്കാരനാണെന്ന്. അപ്പോൾ ഇനി ഉയരാൻ പോകുന്ന ചോദ്യം എന്താ? സർക്കാരിൻ്റെ മുന്നിൽ കുറ്റക്കാരനായ, സർക്കാർ തന്നെ കുറ്റക്കാരനാണെന്ന് കണ്ട, സർക്കാർ തന്നെ കുറ്റക്കാരനാണെന്ന് കണ്ട് അറസ്റ്റ് ചെയ്ത ഒരു MLA എങ്ങനെയാണ് പിന്നെ MLA ആയി തുടരുക? കാരണം അയാൾ കുറ്റം ചെയ്തു എന്നുള്ളത് സർക്കാർ തന്നെ അംഗീകരിച്ചു. അതുകൊണ്ടാണല്ലോ അയാളെ അറസ്റ്റ് ചെയ്യപ്പെടുത്തി വെറുതെ. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ തന്നെ കുറ്റം കണ്ടെത്തിയ ഒരാൾക്ക് ഇനി എങ്ങനെ MLA ആയി തുടരാൻ കഴിയും എന്നുള്ള ചോദ്യം പൊതുമണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷത്തു നിന്നൊക്കെ ഇനി ശക്തമായി ഉയരാൻ പോവുകയാണ്. അതിനെ എങ്ങനെ നേരിടാൻ കഴിയും സർക്കാരിന് എന്നുള്ളത് വലിയൊരു കീറാമുട്ടിയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അയാൾ രാജിവെക്കുകയും അവിടെ ഒരു തെരഞ്ഞെടുപ്പൊക്കെ നടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ തോതിൽ പിന്നെ സർക്കാരിന് ഒരു തിരിച്ചടിയായിരിക്കും. ഇപ്പോൾ തന്നെ പാലക്കാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. മനസ്സിലായോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായതിൻ്റെ പരിക്കിൽ നിന്ന് ഇപ്പോഴും മുക്തമായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പ് കൂടെ നടക്കുകയും അതിൽ കൂടെ പരാജയപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ സർക്കാരിന് അത് വലിയ കീറാമുട്ടി. അതുകൊണ്ട് സർക്കാരിന് ഇതൊരു വലിയ പ്രതിസന്ധിയായി, സർക്കാരിൻ്റെ ഒരു കഴുത്തിലൊരു കുരുക്കായി മാറിയിരിക്കുകയാണ്. അത് സർക്കാരിൻ്റെ നടപടി തന്നെ അതിന് കാരണമായിരിക്കുകയാണ്. മുകേഷിൻ്റെ രാജിക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യം ഇനി വളരെ ശക്തമായി വിവിധ കോണുകളിൽ നിന്ന് ഉയരും എന്നുള്ളതാണ് അവസ്ഥ. ശരിക്കും സർക്കാരും കൂടി പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് ഈ വിഷയത്തിൽ, അല്ലേ? സർക്കാർ നേരത്തെ തന്നെ പ്രതിക്കൂട്ടിലാണ്. പക്ഷേ സർക്കാർ ഇപ്പോൾ കൂടുതൽ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സർക്കാർ തന്നെ ഇയാൾ കുറ്റക്കാരനാണെന്ന് അംഗീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ സർക്കാർ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇനി ഉയരാൻ പോകുന്ന ചോദ്യം എന്താണ്? നിങ്ങൾ തന്നെ കുറ്റക്കാരനാണെന്ന് കണ്ട് അറസ്റ്റ് ചെയ്ത ഒരു MLA നിങ്ങൾ എന്തുകൊണ്ട് രാജിവെപ്പിക്കുന്നില്ല എന്നുള്ള ചോദ്യം. അപ്പോൾ സർക്കാർ കുറച്ചുകൂടി
പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ നടപടി കൊണ്ട് എന്ന് വേണം നമ്മൾ നിരീക്ഷിക്കാൻ. അപ്പോൾ മുകേഷിനെ CPM സംരക്ഷിച്ചത് അത് അവർക്ക് തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ CPMന്റെ ഒരു നിലപാടിനെ എങ്ങനെ വിലയിരുത്തുന്നു സാർ? തുടക്കത്തിൽ തന്നെ MLA സംരക്ഷിക്കുക എന്നൊരു നിലപാട് സ്വീകരിച്ചത് അതൊരു പിഴച്ചുപോയൊരു തീരുമാനമായിരുന്നില്ലേ? അല്ല, അതിപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ സർക്കാരിൻ്റെ ജീർണതയുടെ ഒരു പരിച്ഛേദമായിട്ട് അതിനെ നമ്മൾ കാണാൻ കഴിയുന്നു. എല്ലാത്തരം വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുന്ന, എല്ലാത്തരം വൃത്തികേടുകളെയും പിന്താങ്ങുന്ന, എല്ലാത്തരം വൃത്തികേടുകൾക്കും ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഈ സർക്കാർ. അപ്പോൾ ഈ സർക്കാരിൽ നിന്ന് മുകേഷിൻ്റെ വിഷയം വരുമ്പോൾ മാത്രം നമ്മൾ ശരിയായൊരു തീരുമാനം പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. കാരണം ഈ സർക്കാർ വല്ലാതെ ജീർണിച്ചൊരു സർക്കാരായതുകൊണ്ട് അവരിൽ നിന്ന് ഇതേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. മനസ്സിലായി? കാരണം ശരിയായ തീരുമാനം എടുക്കുന്ന ഒരു സർക്കാരായിരുന്നുവെങ്കിൽ ഇയാൾക്കെതിരെ കേസെടുക്കുമ്പോൾ തന്നെ പിന്നെ ഇയാളെ MLA സ്ഥാനം രാജിവെപ്പിക്കേണ്ടതായിരുന്നു സർക്കാർ. കാരണം ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും രണ്ട് നയങ്ങളാണുള്ളത്. അതിപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിലെടുത്താലും അഴിമതിയുടെ കാര്യത്തിലെടുത്താലും ഒക്കെ തന്നെ UDFന്റെ പോലൊരു ചീഞ്ഞളിഞ്ഞ നയമല്ല സർക്കാരിന്, ഇടതുപക്ഷ സർക്കാരിന് ഉണ്ടാവേണ്ടത്. മനസ്സിലായി? അപ്പോൾ സ്വാഭാവികമായും സ്ത്രീപീഡന കേസിൽ പ്രതിയായി കേസ് വരുന്ന ഒരു MLAയോട് ആദ്യം തന്നെ പാർട്ടി രാജിവെക്കാനാണ് ആവശ്യപ്പെടേണ്ടത്. പക്ഷേ അത് പഴയ കാലത്തൊരു CPM അല്ല ഇന്നത്തെ CPM. പഴയ കാലത്ത് നല്ല CPM ആയിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള ജീർണിച്ചൊരു CPM ആണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഇതുപോലൊരു പിന്നെ തീരുമാനം മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയൂ. ഒരിക്കലും ശരിയായൊരു തീരുമാനം ഇതുപോലെ ജീർണിച്ച ഒരു സർക്കാരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. സാർ, ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ മുകേഷിൻ്റെ ഒരു വിഷയം തന്നെ എങ്ങനെയായിരിക്കും ബാധിക്കുക CPMനെ? അല്ല, മുകേഷിൻ്റെ വിഷയം എന്നുള്ള നിലയിലല്ല, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ ഈ സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ ശരിക്കും 2019 അത് സമർപ്പിച്ചിട്ട് 2024 അത് പുറത്തേക്ക് വരുന്നത്. ഇന്നിപ്പം പിന്നെ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം നിഷേധിച്ച കോടതി വിധിയിൽ തന്നെ വിധിയിൽ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരാൻ താമസിച്ചതിനെ വലിയ രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ജഡ്ജി CS ഡയസ് പറഞ്ഞൊരു സ്ഫിങ്സ് ലൈക്ക് പിന്നെ ഒരു അനാസ്ഥ എന്നാണ് പറയുന്നത്. വെച്ചാൽ ഈ റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന ഒരു പക്ഷിയുടെ രൂപത്തിലുള്ള ഒരു സാധനത്തിനാണ് സ്ഫിങ്സ് എന്ന് പറയുന്നത്. സ്ഫിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടായാലും അനക്കമില്ലാതിരിക്കുന്ന ഒരു സാധനത്തിനാണ്. അതായത് ഭൂമി കുലുങ്ങിയാൽ പോലും ആ പക്ഷിയുടെ രൂപത്തിലുള്ള ആ സ്ഫിങ്സ് അനങ്ങില്ല. അതുപോലെ സർക്കാർ ഈ കാര്യത്തിൽ ഇതിലടയിരിക്കുകയായിരുന്നു. വളരെ ദുരൂഹമാണ് അവരിത് പുറത്തേക്ക് കൊണ്ടുവരാൻ താമസിപ്പിച്ചതെന്നും കോടതി ഇടപെടലിനെ തുടർന്നാണ് അത് പുറത്തു കൊണ്ടുവന്നതെന്നും കോടതി ഇടപെടലിനെ തുടർന്ന് പുറത്തു കൊണ്ടുവന്നുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഈ പറഞ്ഞതുപോലെ അവർക്കെതിരായിട്ടുള്ള പീഡനം പുറത്തു പറയാനുള്ള ധൈര്യം കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നും സർക്കാരിനെ കോടതി വിമർശിച്ചിട്ടുണ്ട്. അപ്പം സ്ത്രീ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നത്തിൽ ഈ പറഞ്ഞതുപോലെ മൊത്തത്തിൽ ഇടതുപക്ഷ സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാവാൻ പോകുന്നത്. മനസ്സിലായി? അപ്പോൾ അതിൽ തന്നെ മുകേഷ് രാജിവെച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ അത് വലിയ തോതിൽ സ്ത്രീകളുടെ ഇടയിൽ ചർച്ചാ വിഷയമാവുകയും സർക്കാരിന് തിരിച്ചടിയാവുകയും ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. സാർ, ഇപ്പോൾ സിദ്ദിഖിൻ്റെ വിഷയത്തിലും ഇതുപോലെ തന്നെയാണ് പറഞ്ഞതുപോലെ തന്നെ കോടതി വലിയ രീതിയിലുള്ളൊരു വിമർശനമാണ് സർക്കാരിനെ വിമർശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ജനങ്ങൾ ഇതെങ്ങനെ സ്വീകരിക്കും എന്നതാണ് അടുത്ത ചോദ്യം. ജനങ്ങൾ ഇങ്ങനെ സർക്കാരിന് നിരന്തരം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കോടതിയിൽ നിന്ന് തന്നെ സർക്കാർ വിമർശനം കേൾക്കുന്നു. അപ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുക? അല്ല, അതിനകത്ത് തന്നെ ഉത്തരവുണ്ടല്ലോ. നമ്മളത് വിധിയേണ്ട കാര്യമില്ല. കാരണം കോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനം കിട്ടുമ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് വലിയ എതിർപ്പുണ്ടാക്കും എന്നുള്ളത് സ്വാഭാവികമല്ലേ. കാരണം കോടതി എതിർക്കുമ്പോൾ, കോടതി സർക്കാരിനെ വിമർശിക്കുമ്പോൾ ജനങ്ങൾ സർക്കാരിനെ പിന്തുണയ്ക്കാൻ നിൽക്കില്ലല്ലോ. ആ വിമർശനങ്ങൾ അതിൻ്റെ അർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ സർക്കാരിനെതിരായിട്ടുള്ള ഈ നിലയിലുള്ള വിമർശനം വല്ലാതെ കടുക്കും എന്നുള്ളതാണ് നമ്മളതിനകത്ത് കാണേണ്ടത്. കാരണം പഴയ പോലെയല്ല. ഇന്നിപ്പോൾ പണ്ട് ദൃശ്യമാധ്യമങ്ങൾ മാത്രം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് ഈ സർക്കാരിനെതിരായിട്ടുണ്ടാകുന്ന വിമർശനങ്ങളൊക്കെ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ ജനങ്ങളുടെ ഇടയിൽ എത്തും എന്നുള്ളത് കൊണ്ട് പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ വിമർശനവും എതിർപ്പും ഭരണകൂടങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉണ്ടാവാനാണ് സാധ്യത എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. സർ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടാതിരുന്നതിന് പിന്നിൽ ഇങ്ങനത്തെ ഒരു ഘടകം കൂടി ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ കുറച്ച് പേരെ സംരക്ഷിക്കുക എന്നൊരു ഉദ്ദേശം സർക്കാരിനുണ്ടായിരുന്നു എന്ന് ചിന്തിക്കേണ്ടി. അത് സ്വാഭാവികമാണല്ലോ. കാരണം സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും അത് പരിഹരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് സംബന്ധിച്ച് 2017 ഈ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത്. നമുക്കറിയാം, ഈ കമ്മിറ്റി രൂപീകരിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം 2017 പ്രമുഖയായിട്ടുള്ള ഒരു വനിതാ നടി
ബലാത്സംഗത്തിന് വിധേയമാവുകയും വലിയ തോതിലുള്ള വിമർശന ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുകയും ചെയ്തതിനെ തുടർന്ന് അന്ന് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്നും പറഞ്ഞിട്ടൊരു സംഘടന രൂപീകരിക്കുകയും അവർ സർക്കാരിന് കൊടുത്ത ഒരു മെമ്മോറാണ്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ സമിതിയെ 2017 നിയമിക്കുന്നത്. ആ റിട്ടയർഡ് ജഡ്ജിയായിട്ടുള്ള കെ ഹേമ, പഴയ നടിയായിട്ടുള്ള ശാരദ, പിന്നെ സർക്കാരിലെ ബ്യൂറോക്രാറ്റായിരുന്ന കെ ബി വത്സലകുമാരി എന്നിവരടങ്ങുന്ന 3 പേരടങ്ങുന്ന ഒരു സമിതിയാണെന്ന് രൂപീകരിക്കും. ആ സമിതി വിശദമായിട്ടുള്ള മൊഴിയെടുപ്പുകളുടെയും തെളിവെടുപ്പുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ 2019 സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. ആ സമർപ്പിച്ച റിപ്പോർട്ട് 2024 പുറത്തു വരുന്നത്. സ്വാഭാവികമായും ഉത്തരവാദിത്ത ബോധമുള്ള ഒരു സർക്കാരായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു? ആ 2019 ആ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികളെടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു ചെയ്യേണ്ടത്. ഇപ്പോൾ കേൾക്കുന്നത് എന്താണ്? പോക്സോ കേസ് ഉൾപ്പെടെ ഏതാണ്ട് ഒരു 30ഓളം പരാതികൾ പിന്നെ അന്വേഷണ അവരുടെ ആ വിദഗ്ധ സമിതിക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായത്? അത് 2019 കിട്ടുമ്പോൾ ആ 2019 അത് ഉപയോഗിച്ചുകൊണ്ട് നടപടിയെടുക്കുന്നതിന് പകരം അത് 2024 വരെ അത് വെച്ച് താമസിപ്പിച്ചു എന്ന് പറയുമ്പോൾ 19നും 2024നും ഇടയിൽ ഉണ്ടായിട്ടുള്ള സ്ത്രീപീഡനങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഈ സർക്കാരിനാണെന്നാണ് അത് കാണിക്കുന്നത്. കാരണം 19 അത് നടപടി എടുത്തിരുന്നെങ്കിൽ പിന്നീട് 5 വർഷക്കാലത്തേക്ക് ആ പീഡനങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. മനസ്സിലായോ? അപ്പോൾ അത് സിനിമാ മേഖലയിലെ പ്രബലരെ സംരക്ഷിക്കാൻ വേണ്ടി ഈ സർക്കാർ ചെയ്തതാണെന്നുള്ളത് വ്യക്തമാണ്. ഇപ്പം സിദ്ദിഖിൻ്റെ കാര്യത്തിൽ തന്നെ പറയുന്നത് എന്താ? സിദ്ദിഖിൻ്റെ കാര്യത്തിൽ അയാൾക്കെതിരെ പരാതി വന്നിട്ട് അയാളെ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല. ഇപ്പം മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ കൊടുത്ത് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ച് കഴിയുമ്പോഴാണ് അറസ്റ്റ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അയാൾക്കെതിരെ ബലാത്സംഗ കേസ് എടുത്തിട്ട് 3-4 ആഴ്ച കഴിഞ്ഞു. അതിനുള്ളിൽ ഏത് സമയത്ത് വേണമെങ്കിലും അയാളെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. അയാളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നു. എന്നിട്ട് ഇപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ ഒളിവിൽ പോകുന്നു. മനസ്സിലായോ? അപ്പോഴും അറസ്റ്റ് ചെയ്യാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഈ സർക്കാർ യഥാർത്ഥത്തിൽ പീഡകരുടെ കൂടെയാണ് എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഹേമ കമ്മിറ്റി. ഇതുപോലെ തന്നെയുള്ള ഒരു തെളിവാണ് നടി ആക്രമിച്ച കേസിൽ നടക്കുന്ന വിചാരണ. നടി ആക്രമിച്ച കേസിൽ നടക്കുന്ന വിചാരണ 7.5 വർഷക്കാലമായിട്ടും തുടരുകയാണ്. ആ കേസ് പെട്ടെന്ന് തീർക്കാനും അതിൽ പ്രതികളെ ശിക്ഷിക്കാനും ഒന്നും ഉള്ള ലക്ഷ്യം സർക്കാരിനില്ലാത്തതുകൊണ്ടാണ് അത് നീണ്ടു പോകുന്നത്. അപ്പോൾ ഈ സർക്കാർ യഥാർത്ഥത്തിൽ സിനിമാ മേഖലയിലെ പ്രബലരായിട്ടുള്ള സ്ത്രീ പീഡകർക്ക് മുന്നോടൊപ്പമാണ് നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും വെച്ച് താമസിപ്പിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. സാർ, ഇനി ഈ ഒരു വിഷയത്തിൽ പ്രതിപക്ഷത്തിൻ്റെ റോളിനി എന്താണ്? പ്രത്യേകിച്ച് അറസ്റ്റ് വരെ എത്തിയിരിക്കുന്ന ഒരു MLA ആ സ്ഥാനത്ത് തുടരുകയാണ്. അപ്പോൾ ഇനി പ്രതിപക്ഷം എന്താണ് ചെയ്യേണ്ടത്? പ്രതിപക്ഷം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതല്ല, കേരളത്തിൽ പ്രതിപക്ഷം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. പ്രതിപക്ഷം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മനസ്സിലായോ? കേരളത്തിൽ ഇപ്പോൾ എത്രയോ വിഷയങ്ങൾ നടക്കുന്നു. ആ വിഷയങ്ങളിലൊന്നും പ്രതിപക്ഷത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്താണ് പ്രതിപക്ഷത്തിൻ്റെ ചുമതല? പ്രതിപക്ഷത്തിൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ സർക്കാരിനെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കുക, സർക്കാരിനെതിരെ ജനങ്ങളെ അണിനിരത്തുക, സർക്കാരിനെതിരായിട്ടുള്ള പ്രതിരോധം ശക്തിപ്പെടുത്തുക. ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം. ഇത് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴത്തേക്ക് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പം നമ്മൾ നോക്കൂ, ഒരു വിഷയത്തിലും പ്രതിപക്ഷത്തിനെ നമുക്ക് കാണാനില്ല. ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ റോൾ നിർഭാഗ്യവശാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കളങ്കിതരായിട്ടുള്ള PV അൻവറിനെ പോലുള്ള ആളുകളാണ്. അവരാണ് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. മനസ്സിലായി? അപ്പോൾ പ്രതിപക്ഷം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉദിക്കുന്നില്ല. പ്രതിപക്ഷം ഇവിടെ ഉണ്ടോ ഇല്ലേ, പ്രതിപക്ഷം ജീവിച്ചിരിപ്പുണ്ടോ ചത്തോ, ഇതാണ് ചോദ്യം. അങ്ങനെ നോക്കുമ്പോൾ ചത്ത പ്രതിപക്ഷത്തിൻ്റെ ഒരു ശവശരീരമായിട്ട് മാത്രമേ പ്രതിപക്ഷത്തെ നമുക്ക് കാണാൻ കഴിയൂ. പ്രതിപക്ഷം എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഇല്ല. പ്രതിപക്ഷത്തിനും ഇതിനകത്ത് സ്വാർത്ഥ താല്പര്യങ്ങളും നിശ്ചിത താല്പര്യങ്ങളും ഉണ്ട്. പ്രതിപക്ഷത്തിനും താല്പര്യമുള്ള നടന്മാരുണ്ട്, പ്രതിപക്ഷത്തിനും താല്പര്യമുള്ള നിർമ്മാതാക്കളുണ്ട്. ഇപ്പോൾ ഈ വിഷയം വന്നപ്പോഴത്തേക്ക് പ്രതിപക്ഷം അനങ്ങുന്നില്ലാത്തതിൻ്റെ കാരണം ചിലർ പറയുന്നത് ദിലീപ് സിദ്ദിഖ് കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണെന്നാണ് പറയുന്നത്. വേറെ ചിലർ പറയുന്നത് മുകേഷ് കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണ് അയാൾക്ക് ശിക്ഷ കിട്ടാത്തതെന്നാണ്. അപ്പം ഇവിടുത്തെ ഇടതിലും വലതിലും എല്ലാം തന്നെ നിക്ഷിപ്ത താല്പര്യക്കാരുണ്ട്. BJPക്കാർ ഇതിനകത്താണെങ്കില്ല, കാരണം അവരുടെ പ്രധാനപ്പെട്ട ആളാണ് മോഹൻലാൽ. CPM-നകത്താണെങ്കില്ല, കാരണം അവരുടെ പ്രധാനപ്പെട്ട ആളാണ് മമ്മൂട്ടി. മനസ്സിലായില്ലേ? കോൺഗ്രസ്സുകാരാണെങ്കില്ല, കാരണം ദിലീപ് സിദ്ദിഖ് അവരുടെ ആളാണ്. ദിലീപിനാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ബന്ധമുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിക്ഷിപ്ത താല്പര്യം മാത്രം സംരക്ഷിക്കുന്ന ഒരു തലത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. നമ്മളെ പ്രതിനിധീകരിക്കാൻ ഈ സമൂഹത്തിൽ ആരുമില്ല എന്നുള്ളത് കൊണ്ട് നിക്ഷിപ്ത താല്പര്യക്കാർക്ക് തകർത്താടാനുള്ള ഒരു അവസരമാണ് നിർഭാഗ്യവശാൽ ഇവിടെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. സാർ, ഇനി മുകേഷ് സ്വയം ഇറങ്ങിപ്പോണോ, പാർട്ടി അദ്ദേഹത്തിനോട് കസേര വിട്ടു പോകണോ എന്ന് പറയണോ? എന്താണ് ഓപ്ഷൻ? അല്ല, അതിനൊന്നും ഒരു പ്രസക്തിയുമില്ല. കാരണം മുകേഷ് ഇറങ്ങിപ്പോകില്ല എന്നുള്ളത് നമുക്കറിയാം. സർക്കാർ അയാളോട് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടില്ല എന്ന് പറയാം. അല്ല, അത് ഒരു ആ ചോദ്യത്തിനൊരു പ്രസക്തിയില്ല.
കാരണം അതൊന്നും ചെയ്യാത്തത് കൊണ്ടാണല്ലോ ഇത് ഇത്രയും എത്തി നിൽക്കുന്നത്. മനസ്സിലായോ? ഇതുവരെ ചെയ്യാത്തവർ ഇനി ചെയ്യണമെന്ന് പറയുന്നതിനകത്ത് ആരർത്ഥവുമില്ല. അവർ ചെയ്യില്ല. കാരണം അവരെല്ലാം നിശ്ചിത താല്പര്യമാണ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരിൽ നിന്ന് ഇതുപോലെ ഇറങ്ങിപ്പോകാൻ പറയലോ അല്ലെ ഇറക്കി വിടലോ ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനകത്ത് യാതൊരു കാര്യവുമില്ല. കാരണം അവരെല്ലാം ഈ നിശ്ചിത താല്പര്യക്കാരുടെ താല്പര്യമാണ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? മുകേഷിനെ യഥാർത്ഥത്തിൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിപ്പിച്ചു എന്ന് പറയുമ്പോൾ മുകേഷിന് ഏറ്റവും വേണ്ടപ്പെട്ടവനാണ് ഇവിടുത്തെ ഭരണാധികാരികളുടെ. മനസ്സിലായി? മുകേഷിനെതിരെ ഒരു വിമർശനവുമായി പ്രതിപക്ഷവും വരുന്നില്ല, BJP ഒന്നും വരുന്നില്ല. അപ്പോൾ എല്ലാവരും നിശ്ചിത താല്പര്യക്കാരുടെ താല്പര്യം സംരക്ഷിക്കുന്നവരായതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളിൽ നീതിപൂർവമായിട്ടുള്ള ഒരു നിലപാട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല എന്നുള്ളതാണ് വസ്തുത. ഞാൻ പ്രത്യേകിച്ച് ആ ചോദ്യം ചോദിക്കാൻ കാരണം നേരത്തെ ഒരു ബലാത്സംഗ പീഡന ആരോപണം ഉയർന്നു, അന്വേഷണം നടക്കുന്നു, ഇപ്പോൾ അത് അറസ്റ്റ് വരെ എത്തിയിരിക്കുകയാണ്. അറസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രതിയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഈ സ്ഥാനത്ത് തുടരുന്നത് അത് തീർത്തും ഒരു അതൊക്കെ നമ്മൾ ഒരു സാധാരണഗതിയിലുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ പറയുന്നതാണ്. പിന്നെ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രതിയാണ് എന്നുള്ളത് പറയരുത്. കുറ്റാരോപിതനാണ് അറസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഈ പ്രതി എന്ന് പറഞ്ഞാൽ അക്യൂസ്ഡ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എനിക്കെതിരെ ആരോപണം വന്നാൽ ഞാൻ പ്രതിയാണ്. മനസ്സിലായോ? പക്ഷേ എനിക്കെതിരായിട്ടുള്ള കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാലാണ് ഞാൻ കൺവിക്റ്റ് ആകുന്നത്, കുറ്റവാളിയാകുന്നത് അപ്പോഴാണ്. പക്ഷേ അറസ്റ്റ് ചെയ്യുക പറഞ്ഞാൽ കുറ്റം തെളിഞ്ഞു എന്നല്ല എൻ്റെ അർത്ഥം. പക്ഷേ ഇടതുപക്ഷം പോലെ ധാർമ്മികമായിട്ടുള്ള ഉയർന്ന അടിത്തറയിൽ നിൽക്കുന്ന ഒരു സംവിധാനത്തിനും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ആരോപണ വിധേയൻ ഇപ്പോൾ ബലാത്സംഗം ചെയ്തു എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും ബലാത്സംഗം ചെയ്യുന്നുള്ള ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ ആരോപണ വിധേയൻ അപ്പോൾ തന്നെ ഇറങ്ങിപ്പോകേണ്ടതാണ്. ആരോപണ വിധേയൻ അങ്ങനെ ഇറങ്ങിപ്പോയില്ലെങ്കിൽ ആരോപണ വിധേയനോട് ഇറങ്ങിപ്പോകണമെന്ന് ഭരണകൂടം ആവശ്യപ്പെടേണ്ടതാണ്. പക്ഷേ ആരോപണ വിധേയനും ആവശ്യപ്പെട്ട ഭരണകൂടവും നിശ്ചിത താല്പര്യക്കാരുടെ താല്പര്യം സംരക്ഷിക്കുമ്പോൾ ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ചുമ്മാ തിയറിറ്റിക്കലായിട്ട് ചർച്ച ചെയ്യാവുന്നല്ലാതെ അതിന് യാതൊരു പ്രായോഗികമായിട്ടുള്ള ഒരു അടിത്തറയും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നമ്മൾ ഇപ്പോൾ അങ്ങനെയൊന്നും ചർച്ച ചെയ്യുന്നതിനകത്ത് യാതൊരർത്ഥമില്ല. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനി നമ്മൾ നോക്കേണ്ടത് പാർട്ടി സെക്രട്ടറി എന്ത് പറയും എന്നാണ് അല്ലേ? അല്ല, പാർട്ടി സെക്രട്ടറി ഒന്നും പറയാനില്ല. കാരണം എന്താ വെച്ചാൽ പാർട്ടി സെക്രട്ടറിയൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. മനസ്സിലായോ? അതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള നിലപാടിലേക്കൊന്നും അവർ പോകാൻ പോകുന്നില്ല. അവരൊക്കെ തന്നെ നിശ്ചിത താല്പര്യം സംരക്ഷിക്കുന്നവരാണെന്നുള്ളത് കൊണ്ട് പാർട്ടി സെക്രട്ടറി ഇനി എന്ത് കാണും, എന്ത് കേൾക്കും, അല്ലെങ്കിൽ പ്രതിപക്ഷം എന്ത് കാണും, എന്ത് കേൾക്കും എന്നൊക്കെ പറയുന്നതിനൊന്നും ഇന്നത്തെ സമകാലിക രാഷ്ട്രീയത്തിൽ യാതൊരു സാധ്യതയുമില്ല. കാരണം എല്ലാവരും ഒത്തുതീർപ്പിൻ്റെ ആളുകളാണ്, എല്ലാവരും കോംപ്രമൈസിൻ്റെ ആളുകളാണ്, എല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. തിന്മ ഇങ്ങനെ തഴച്ച് വളരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് എവിടെ ചെന്ന് ഇതൊക്കെ അവസാനിക്കും എന്നുള്ളത് സംബന്ധിച്ച് ഒന്നും നമുക്കിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ഒരു നിഗമനത്തിലേക്ക് എത്തിയ സ്ത്രീപക്ഷ സർക്കാർ എന്ന് പറയുമ്പോൾ പോലും ഈ നടപടികളൊക്കെ കാണുമ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു സർക്കാർ എന്ന് നമുക്ക് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് സർക്കാരിൻ്റെ പോക്ക്. അല്ല, അത് സ്വാഭാവികമാണല്ലോ. കാരണം ഈ കാര്യങ്ങളിലെല്ലാം അതാണല്ലോ കാണുന്നത്. ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിലാവട്ടെ, അത് ഈ മുകേഷിൻ്റെ കാര്യത്തിലാവട്ടെ, ഈ സിദ്ദിഖിൻ്റെ കാര്യത്തിലാവട്ടെ, ദിലീപിൻ്റെ കാര്യത്തിലാവട്ടെ, ഒക്കെ തന്നെ സ്ത്രീ പീഡകർക്കൊപ്പം നിൽക്കുന്ന നരാധമന്മാരായിട്ടുള്ള പീഡകരായിട്ടുള്ള പുരുഷന്മാർക്കൊപ്പം കൈകോർത്ത് നിൽക്കുന്ന ഒരു ഭരണകൂടം എന്നുള്ളതാണ് നമുക്ക് അത് ഏത് വിഷയം നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചർച്ച വെച്ചത് തന്നെ മുകേഷിന് രാജി ഉടൻ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിലായിരുന്നു. അപ്പോൾ സാറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ ഒരു രാജി ഉണ്ടാകുമെന്ന്, ഈ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ പോലും അത് പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെയധികം നന്ദി സാർ.